ഹായ്. ഇന്നത്തെ BNSS ക്ലാസ്സിൽ നമ്മൾ ഇൻക്വയറി അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന രണ്ട് ഡെഫിനിഷൻസ് ആണ് നോക്കുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. BNSSന്റെ സെക്ഷൻ 2(1)L ഇൻവെസ്റ്റിഗേഷനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അന്വേഷണം എന്നൊക്കെ പറയുന്ന സംഗതി തന്നെയാണ്. നമുക്ക് എങ്ങനെയാണ് ഡെഫിനിഷൻ പറയുന്നത് നോക്കാം. All the proceedings done under the BNSS for the purpose of collection of evidence conducted by a police officer or any other person appointed or authorized by a magistrate but not a magistrate എന്നുള്ളതാണ് നമ്മുടെ ഡെഫിനേഷൻ പറയുന്നത്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് എവിഡൻസ്, തെളിവ് ശേഖരണാർത്ഥം നടത്തുന്ന പ്രൊസീഡിങ്സ് ആണ്. ആരാണത് നടത്തുന്നത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ഓതറൈസ് ചെയ്യുന്ന മറ്റൊരു വ്യക്തി. മജിസ്ട്രേറ്റ് ആവാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മജിസ്ട്രേറ്റ് അല്ലാത്ത മറ്റൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറോ അവര് ഒരു കേസിന്റെ ആവശ്യത്തിലേക്ക് വേണ്ടുന്ന തെളിവ് ശേഖരം നടത്താൻ വേണ്ടി നടത്തുന്ന പ്രൊസീഡിങ്സിന്റെ, തെളിവ് ശേഖരം നടത്തുന്ന ആ ഒരു പ്രൊസീഡിങ്സിന്റെ, അതിനു വേണ്ടിയിട്ട് നടത്തുന്ന ആ ഒരു പ്രവർത്തനത്തിന്റെ പേരാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാല്. BNSSന്റെ സെക്ഷൻ 2(1)L ഈ ഒരു ഇൻവെസ്റ്റിഗേഷനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ BNSS പ്രകാരം ഇതാണ് ഇൻവെസ്റ്റിഗേഷന്റെ ഡെഫിനിഷന്. മറ്റ് ക്രിമിനൽ നിയമങ്ങൾ ഇന്ത്യക്കകത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ NDPS പോലുള്ള സ്പെഷ്യൽ ആക്ടുകൾ അല്ലെങ്കിൽ എന്താ പറയുക UAPA പോലുള്ള ആക്ടുകൾ ഉണ്ട്. അപ്പൊ അതിലൊക്കെ ഇൻവെസ്റ്റിഗേഷന് മറ്റെന്തെങ്കിലും ഡെഫിനിഷൻസ് കൊടുക്കുകയാണെങ്കിൽ ആ ഡെഫിനിഷൻസിനും അല്ലെങ്കിൽ ആ പ്രൊസീഡിങ്സിനും നിലനിൽക്കാൻ വേണ്ടി സാധിക്കും എന്നും കൂടെ എക്സ്പ്ലനേഷന്റെ ഭാഗമായിട്ട് ഈ ഒരു സെക്ഷന്റെ അകത്ത് പറയുന്നും കൂടെ ഉണ്ട്. അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇഫ് ദർ ഈസ് എനി കോൺഫ്ലിക്ട് ബിറ്റ്വീൻ BNSS ആൻഡ് എ സ്പെഷ്യൽ ആക്ട് ലൈക്ക് NDPS or UAPA or any other act, then the provisions of the special act shall prevail എന്നുള്ളതാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് BNSSന്റെ ഡെഫിനേഷൻ ഇതാണ്. BNSS ഇങ്ങനെയാണ് കളക്ഷൻ ഓഫ് എവിഡൻസിനെയാണ്, അതായത് മജിസ്ട്രേറ്റ് അപ്പോയിന്റ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തുന്ന കളക്ഷൻ ഓഫ് എവിഡൻസിനെയാണ് BNSS ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. മറ്റ് നിയമങ്ങൾ ഇന്ത്യയിലുണ്ട്, അതിൻ്റെ അകത്ത് വേറെ ഡെഫിനേഷൻസ് ഉണ്ടെങ്കിൽ അതിന് പ്രിവൈൽ ചെയ്യാൻ പറ്റും. ഒരിക്കലും BNSS പറയുന്നത് അല്ലെങ്കിൽ BNSSനാണ് പ്രിവൈൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഈ നിയമം പറയുന്നില്ല എന്നുള്ളൊരു എക്സ്പ്ലനേഷനും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇൻക്വയറി എന്താണെന്നാണ് നോക്കുന്നത്. BNSSന്റെ സെക്ഷൻ 2(1)K ഇൻക്വയറിയെ ഡിഫൈൻ ചെയ്യുന്നത്. ഇൻക്വയറി എന്ന് പറഞ്ഞാൽ പരിശോധന എന്നാണ് അർത്ഥം. ഇൻക്വയറി നടത്തുന്നത് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ കോടതികളാണ്. എന്താണ് ഈ ഇൻക്വയറിയുടെ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കേസ് ട്രയലിലേക്ക് പോകേണ്ടതുണ്ടോ അല്ലയോ, അല്ലെങ്കിൽ ട്രയലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആഡിക്വേറ്റ് ആയിട്ടുള്ള തെളിവുകൾ ആ കേസിന്റെ അകത്തുണ്ടോ എന്നൊക്കെ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ കോടതി പരിശോധിക്കുന്ന ആ ഒരു പരിശോധനയ്ക്ക് പറയുന്ന പേരാണ് ഇൻക്വയറി എന്ന് പറഞ്ഞാല്. ഡെഫിനിഷൻ വായിക്കാം. Inquiry means every inquiry other than a trial conducted by a magistrate or court under this സംഹിത എന്നാ പറയുന്നത്. അപ്പൊ ട്രയൽ അല്ല ഇൻക്വയറി എന്ന് പറഞ്ഞാൽ ട്രയലിന് മുമ്പേ നടത്തുന്ന ഒരു പ്രക്രിയയാണ്. അതായത് കേസ് ട്രയലിലേക്ക് പോകേണ്ടതുണ്ടോ, ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താ, കേസിന്റെ വിചാരണയാണ്. അപ്പൊ വിചാരണയിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കുന്ന ആ ഒരു പരിശോധനയുടെ പേരാണ് ഇൻക്വയറി. അപ്പൊ ആഡിക്വേറ്റ് ആയിട്ടുള്ള തെളിവുകളുണ്ടോ, സാക്ഷികളുണ്ടോ, സാക്ഷിമൊഴികളുണ്ടോ, മാസറുകളുണ്ടോ, ഇതൊക്കെ പരിശോധിച്ചിട്ട് കേസ് നിലനിൽക്കുവോ, ആ ചാർജ് നിലനിൽക്കുവോ എന്നൊക്കെ മനസ്സിലാക്കുന്ന ആ ഒരു പ്രക്രിയയുടെ പേരാണ് ഇൻക്വയറി. ഇൻക്വയറി കഴിഞ്ഞ് കേസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ്, ചാർജും കൂടെ വായിച്ചു കഴിഞ്ഞാലാണ് ഒരു കേസ് ട്രയലിലേക്ക് പോവുക. ട്രയൽ എന്ന് പറഞ്ഞാൽ അതിന്റെ തെളിവെടുപ്പ് സ്റ്റേജ് ആണ്. അവിടെ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ചീഫ് എക്സാമിനേഷൻ, ക്രോസ് എക്സാമിനേഷൻ ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതാണ് തെളിവെടുപ്പ് അല്ലെങ്കിൽ ട്രയൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനു മുമ്പേ മജിസ്ട്രേറ്റ് നടത്തുന്ന ഒരു പരിശോധനയുടെ അല്ലെങ്കിൽ കോടതി നടത്തുന്ന ഒരു പരിശോധനയുടെ പേരാണ് ഇൻക്വയറി എന്ന് പറഞ്ഞാല്. അപ്പൊ പർപ്പസ് ഓഫ് ഇൻക്വയറി എന്താണ്? ടു ഡിറ്റർമിൻ വെദർ എ കേസ് ഷുഡ് പ്രൊസീഡ് ടു ട്രയൽ ഓർ ടു ബി ഡിസ്മിസ്ഡ് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻക്വയറി നടത്തുന്നത്. അപ്പൊ BNSSന്റെ സെക്ഷൻ 2(1)K ഇൻക്വയറി നമ്മൾ പഠിച്ചത്. അപ്പൊ ഇൻക്വയറി ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ പഠിച്ചു. ഇനി ഒരു കാര്യം കൂടെ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ വേണ്ടി നോക്കുകയാണ്. അതായത് ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സ്, ഒരു കേസിന്റെ അകത്തുള്ള ക്രിമിനൽ പ്രൊസീഡിങ്സ്, നടപടിക്രമങ്ങളുടെ ഒരു നാൾവഴികൾ എങ്ങനെയാണെന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരു പരാതി, ഒരു ക്രിമിനൽ കേസ് നടന്നു എന്നുള്ള ഒരു പരാതി ഒരാൾക്ക് വരികയാണെങ്കിൽ അയാൾ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് FIR ഇടും, അതിന്റെ അകത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തും. എന്നിട്ട് അതിന്റെ അകത്ത് പ്രതിയാണെന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ പ്രതിയായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യും. അപ്പൊ അവർക്ക് ബെയിൽ ആപ്ലിക്കേഷൻ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ബെയിൽ എടുക്കേണ്ടി വരും കോടതിയിൽ പോയിട്ട്. അതിനുശേഷം വീണ്ടും എന്താ പറയാ, പോലീസ് വിറ്റ്നസിന്റെ സ്റ്റേറ്റ്മെന്റുകളും മഹസറുകളും അല്ലെങ്കിൽ എല്ലാം രേഖപ്പെടുത്തി റെക്കോർഡുകളാക്കി ഡോക്യുമെന്റ്സ് ആക്കിയിട്ട് എല്ലാം കോടതിയിൽ സമർപ്പിക്കും. ഒരു കുറ്റപത്രം എന്നുള്ള രീതിയിലാണ് സമർപ്പിക്കുന്നത്. അതിനെ നമ്മൾ ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ ഫയൽ റിപ്പോർട്ട് എന്നാണ് പറയുക. ആ ഒരു പ്രോസസ്സ് ഉണ്ട്. അതിനുശേഷം കോടതി ആ ചാർജ് കമ്മിറ്റ് ചെയ്ത് കേസ് നമ്പറൊക്കെ ആയിട്ട്
അതിൻ്റെ അകത്തുള്ള പ്രതികൾക്കും ആളുകൾക്കൊക്കെ സമൻസ് അയക്കും. അങ്ങനെ സമൻസ് വരും. സമൻസ് വന്ന് ആളുകൾ കോടതിയിൽ ഹാജരായില്ലെങ്കിൽ അവർക്ക് വാറണ്ട് ആക്കും. അങ്ങനെ അവരെ കോടതിയിൽ എത്തിച്ചിട്ട് അവർക്കെതിരെയുള്ള കുറ്റപത്രം അവരോട് അല്ലെങ്കിൽ ചാർജ് അവർക്കെതിരെ വായിച്ചു കേൾപ്പിക്കും. അതിനെ ഫ്രെയിമിംഗ് ഓഫ് ചാർജ് എന്നാണ് പറയുക. അതിനുശേഷം ട്രയലിലേക്ക് കടക്കും കേസ്. ഈ ട്രയലിലേക്ക് കടക്കുന്നതിന് മുമ്പ് വരെയുള്ള സ്റ്റേജിന്റെ അകത്ത് മജിസ്ട്രേറ്റ് നടത്തുന്ന ഇൻക്വയറിക്കാണ് നമ്മളിവിടെ ഇൻക്വയറി എന്നുള്ള ഡെഫിനിഷൻ പഠിച്ചിട്ടുള്ളത്. പിന്നെ കേസ് ട്രയലിലേക്ക് പോകുന്നു. ട്രയൽ കഴിഞ്ഞാൽ അതിന്റെ മേലൊരു ഫൈനൽ ഹിയറിംഗ് ഉണ്ടാവും. അതിനുശേഷം കേസിന്റെ അകത്ത് വിധി പറയും എന്നുള്ളതാണ് നോർമലി ഒരു ക്രിമിനൽ കേസിന്റെ ഒരു പ്രൊസീഡിങ്സിന്റെ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇത് അപ്പം FIR ഇട്ട് വരുന്ന കേസുകളുടെ രീതിയാണ്. ഇനിയിപ്പോൾ FIR ഇല്ല, പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് കോടതിയുടെ മുമ്പ് നമ്മൾ നേരത്തെ പഠിച്ച പോലെ കംപ്ലൈന്റ് ആയിട്ടാണ് കേസ് വരുന്നതെങ്കിൽ കോടതിയുടെ മുമ്പിൽ കംപ്ലൈന്റ് കൊടുക്കുന്നു. കോടതി പോലീസിനോട് അന്വേഷിക്കാൻ പറയുന്നു. അങ്ങനെ FIR ഇടുന്നു, ചാർജ് ഷീറ്റ് വെക്കുന്നു. വീണ്ടും ഇതേ രീതിയിൽ തന്നെയാണ് ആ കേസും പോകുന്നത്. അപ്പൊ കോഗ്നിസബിൾ ആണെങ്കിലും നോൺ കോഗ്നിസബിൾ കേസ് ആണെങ്കിലും എന്ത് കേസ് ആണെങ്കിലും ഈ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ നടപടികൾ അല്ലെങ്കിൽ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി ഷെയർ ചെയ്തതാണ്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് ഇൻവെസ്റ്റിഗേഷൻ, എന്താണ് ഇൻക്വയറി എന്നുള്ളതാണ്. ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് പോലീസ് ഓഫീസർ ആണ്, അല്ലെങ്കിൽ കോടതി അപ്പോയിന്റ് ചെയ്യുന്ന മറ്റു ഓഫീസർമാരാണ്. അപ്പൊ അത് തെളിവ് ശേഖരിക്കാൻ വേണ്ടി നടത്തുന്ന, ഇപ്പൊ വിറ്റ്നസിന്റെ മൊഴികൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ദവസിൽ എടുക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും ബന്ദവസിൽ എടുത്തിട്ട് അതിന്റെ മഹസറുകൾ തയ്യാറാക്കിയിട്ട് കൃത്യസ്ഥലം നടന്നിട്ടുള്ള സീൻ മഹസറുകൾ തയ്യാറാക്കി ആ ഒരു രീതിയിൽ പോലീസ് ആ കേസിന് വേണ്ടുന്ന എല്ലാ ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണാർത്ഥം തെളിവ് ശേഖരണാർത്ഥം നടത്തുന്ന എല്ലാ ഒരു പ്രോസസ്സിനെയാണ് ആ ഒരു കാര്യങ്ങളെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയാം. ഇൻക്വയറിയിലേക്ക് വരുമ്പോൾ അത് പോലീസുമായി ബന്ധപ്പെട്ടതാണ്. ഇൻക്വയറി നടത്തുന്നത് കോടതിയാണ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ആണ്. അതായത് പോലീസ് സമർപ്പിച്ച അല്ലെങ്കിൽ കോടതിക്ക് മുമ്പാകെ അന്വേഷണ ഉദ്യോഗസ്ഥർ സമർപ്പിച്ച എല്ലാ തെളിവുകളും പരിശോധിച്ച് ഇതിന് ആഡിക്വേറ്റ് ആയിട്ടുള്ള തെളിവുകൾ ഉണ്ടോ, ഈ കേസ് ട്രയലിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കുന്ന ആ ഒരു പ്രോസസ്സിന്റെ പേരാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയുടെ പേരാണ് ഇൻക്വയറി എന്ന് പറഞ്ഞാൽ. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. ഇൻക്വയറി നടത്തുന്നത് മജിസ്ട്രേറ്റ് ഓർ കോർട്ടാണ്, നേരെ മറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് പോലീസ് അല്ലെങ്കിൽ കോടതി അപ്പോയിന്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ പേഴ്സൺസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതൊരു ചെറിയ ക്ലാസ് ആയിരുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. ഓക്കെ.